Hi everyone. Today's vlog is all about teamwork, laughter, and memories. It is our much awaited office team outing. In the middle of busy deadlines and endless meetings, we finally hit pause and stepped out to bond, collaborate, and just have some fun together. From fun talks to great food to those candid moments you cannot script, this day had it all. So sit back, relax, and join us on this journey of teamwork, smiles, and some history. So once again, welcome back to my YouTube channel, and let's go. When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for a day love that anyway couldn't be. ടീം കൊളാബറേഷനോടൊപ്പം നമുക്കിന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടി വിസിറ്റ് ചെയ്യാനുണ്ട്. ഒന്ന് തൃപ്പരപ്പ് വാട്ടർഫോൾസ് ആൻഡ് ദ അതർ വൺ പത്മനാഭപുരം പാലസ്. സോ ട്രിവാൻഡ്രത്ത് നിന്ന് വി സ്റ്റാർട്ടഡ് ബൈ അറൗണ്ട് 8 o'clock ആൻഡ് സ്റ്റോപ്ഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ബൈ അറൗണ്ട് 10 AM. ഒരു ഓഫീസ് ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഇന്നോവേഷൻ പ്രോജക്റ്റ് കണ്ടുകൊണ്ട് നമുക്ക് ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. After a scenic drive through the greenery, the sound of gushing water gets louder, and suddenly there it is, a stunning waterfall dropping from about 50 feet high, spreading across a 300-foot wide rocky riverbed, the Tripurap Waterfalls. Now comes the fun part, swimming. There is a safe area right under the falls where you can jump in and cool off. And trust me, the water is so cold and refreshing that it will reset your entire system. തൃപ്പരപ്പിൽ നിന്നും നമ്മളങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറി. പുറത്ത് എവിടെ പോയാലും ലഞ്ചിന് നമുക്ക് ബിരിയാണി നിർബന്ധമാണെന്ന് അറിയാലോ. ആൻഡ് ഇവിടുത്തെ ബിരിയാണി നല്ലതായിരുന്നോ അല്ലയോ എന്നുള്ളത് ഞാൻ കഴിക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. When we start to short, we start to crave. Oh, I pray the Lord to free me. I've fallen for a day love that anyway couldn't be. I've been searching for the light. അങ്ങനെ തൃപ്പരപ്പ് വാട്ടർഫോൾസ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വെരി ഫേമസ് നമ്മുടെ മണിച്ചിത്രത്താഴ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള പത്മനാഭപുരം പാലസിലേക്കാണ്. അപ്പം അതിന്റെ അങ്ങോട്ട് പോകുന്ന റൂട്ട് നമ്മളിരിക്കുന്നത്. നമുക്ക് പോയിട്ട് ബാക്കി കണ്ടു നോക്കാം. പത്മനാഭപുരം കൊട്ടാരം ഇന്ത്യയിലെ ഏറ്റവും പുരാതനവും സുന്ദരവുമായ കൊട്ടാരങ്ങളിൽ ഒന്നാണ്. ഇന്ന് തമിഴ്നാട് സംസ്ഥാനത്തുള്ള കന്യാകുമാരി ജില്ലയിലെ തക്കലയിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നതെങ്കിലും
ഇതിൻ്റെ ചരിത്രം മുഴുവനായും കേരളത്തിലെ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ പത്മനാഭപുരം പാലസിനകത്ത് കയറി. ഇവിടെ ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും ഒക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അപ്പം ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ മൊബൈൽ ഫോൺ ആണെങ്കിൽ 10 രൂപയും ആൻഡ് ഫോർ വീഡിയോഗ്രാഫി 250 റുപ്പീസാണ് പൈസ വരുന്നത്. ഇനി നമുക്ക് അകത്തേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ കണ്ടു നോക്കാം. കൊട്ടാരം പൂർണ്ണമായും കേരള ശൈലിയിൽ തേക്കുമരത്തിലും ഗ്രാനൈറ്റിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ ചിത്രശില്പങ്ങൾ, കട്ടാസ്തികൾ, പോളിഷ്ഡ് തറകൾ ഇവിടെയെല്ലാം കാണാം. കൊട്ടാരത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ മണ്ഡപം, ഉപതാര കൊട്ടാരം, തുരങ്കങ്ങളുള്ള മുറികൾ, ആയുധശാല, വിളക്കുമാടങ്ങൾ, ഗജശാല, തിരുനാൾ മുറികൾ എന്നിവയാണ്. പത്മനാഭപുരമായിരുന്നു പുരാതന തിരുവിതാംകൂർ രാജ്യത്തിൻ്റെ മൂലതലസ്ഥാനം. 16-ാം നൂറ്റാണ്ടിലാണ് ആദ്യ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടത്. അതിൻ്റെ പ്രധാന രൂപം ലഭിച്ചത് മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്താണ്. 1780-ൽ അദ്ദേഹം തിരുവിതാംകൂർ സംസ്ഥാനം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിക്കുകയും ഭരണം തൻ്റെ ദാസന്മാരായി തുടർന്നു വരികയുമായിരുന്നു. പൂക്കളോട് അതിൻ്റെ കൂടെ ബാക്കി ഒരു തുണ്ട് വന്നാൽ ഒരു വളയം അതിനെ വെട്ടിയെടുക്കാതെ ആ വളയം കടഞ്ഞതിനകത്തിട്ട് പൂക്കൾ വെക്കും 60 1750 തൃപ്പടിദാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിർമ്മിച്ചത്. താഴ്ഭാഗത്ത് ട്രഷറി, ഇത് ബെഡ്റൂം, ഇതിന് മുകളിൽ മെഡിറ്റേഷൻ, അതിന് മുകളിൽ പൂജാ റൂമാണ്. പൂജാ റൂമിലാണ് രാജാവ് ഉടവാളും കെടാവിളക്കൊക്കെ സൂക്ഷിക്കുന്നത്. ഇത് മാർത്താണ്ഡവർമ്മയ്ക്ക് ഡച്ചുകാർ സമാനമായിട്ട് കൊടുത്ത കട്ടിലാണ്. 64 ഔഷധ തടികളാണ് ഈ കിടക്കുന്ന ഭാഗത്ത്. 64 തരം ഔഷധ തടികളും ബാക്കി ഭാഗത്ത് തേക്കിൽ നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇതില് സീലിംഗ്സില് ഇന്ത്യയും ചൈനയുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതിനെ സൂചിപ്പിക്കുന്ന കൊത്തുപണികളൊക്കെ കാണാം. പീകോക്കിന്റെ ബോഡി, ഡ്രാഗന്റെ തലയൊക്കെ കാണാൻ പറ്റും. ഇത് ഫുള്ളി തേക്കാണ്. ഇനി ചൈനക്കാര് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ചെയർ കാണാം. ഇത് രാജാവ് കിരീടവും വാളവും ഒക്കെ വയ്ക്കുന്ന സ്ഥലം. കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് വേലിമലകൾക്ക് അടിവാരത്താണ്. പശ്ചിമഘട്ടങ്ങളുടെ ഭാഗമായ വേലിമലകൾ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുമുള്ള സ്വാഭാവിക ഒരു സംവിധാനം കൂടിയായിരുന്നു. പൗരാണിക പരമ്പരയും വിശ്വാസപ്രകാരവും ഈ മലനിരകളിൽ യക്ഷികൾ വസിച്ചിരുന്നതായി കരുതപ്പെടുന്നു. இன்று தாராயோ தோகை
விழிகள் வாடும் நீலம் பூத்து பரதம் ஆடும் பாதம் சூடும் சதங்கை ஓசை கேட்காதோ பதங்கள் பாடும். സോ രമ്യ ആൻഡ് അബ്സു, ഇനി എന്താണ് നിങ്ങൾ ഇവിടെ പത്മനാഭപുരം പാലസ് കാണാനായിട്ട് ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന രണ്ട് കാര്യം? ജെറിന്റെ ഡാൻസ് എന്റെ ഡാൻസോ? വായോ. സോ ഫാർ നമ്മളങ്ങനെ പത്മനാഭപുരം പാലസിന്റെ ഒരു 50% വേണേൽ കവർ ചെയ്തു എന്ന് പറയാം. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേഴ്സണലി എനിക്ക് ഏറ്റവും കാണാനൊരു എക്സൈറ്റ്മെന്റ് ഉള്ളത് മണിച്ചിത്രത്താഴ് മൂവിക്കകത്ത് ശോഭന ഡാൻസ് കളിക്കുന്ന പോർഷനാണ്. പക്ഷേ അത് ഇതുവരെ എത്തിയിട്ടില്ല. അതിനെ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ട എന്നാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതാണല്ലോ പത്മനാഭപുരം പാലസിന്റെ മെയിൻ പാർട്ട്. നമുക്ക് അങ്ങനെയാണല്ലോ ഒരു പാലസിനെ കുറിച്ച് അറിയാവുന്നതും ഇതൊക്കെ, അല്ലെങ്കിൽ ആ മൂവി സീൻസിൽ കണ്ടിട്ടുള്ളതെല്ലാം നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് ആ പോർഷനാണ് ഞാൻ, അല്ലെങ്കിൽ അത് കാണാനായിട്ടാണ് കൂടുതലും വെയിറ്റ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ. ஒரு முறை வந்து பாராயோ வாசலை நாடி வாராயோ தரிசனம் இன்று தாராயோ தோகையின் ஏக்கம் தீராயோ. അപ്പൊ ഇത്ര നേരം എക്സൈറ്റ്മെന്റോട് കൂടി നമ്മൾ കാത്തിരുന്ന നവരാത്രി മണ്ഡപമാണ് ഈ ബാക്കിൽ കാണുന്നത്. പത്മനാഭപുരം പാലസ് വിസിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാകുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് ഈ നവരാത്രി മണ്ഡപമാണ്. കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ മണിച്ചിത്രത്താഴ് ആ മൂവിക്കകത്ത് ശോഭന ഡാൻസ് കളിക്കുന്ന രംഗം, അതാണ് നമ്മുടെ കൊച്ചിനും നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു എന്താ പറയാ ഒരു ക്രഷ് മൊമെന്റ് എന്നൊക്കെ പറയുന്ന പോലെ. സോ ഫൈനലി ഐ ഗോട്ട് എ ചാൻസ് ടു സീ ദി പ്ലേസ്. സോ ദാറ്റ് ഈസ് നവരാത്രി മണ്ഡപം. இங்கே நானும் ஏது நதியில்லாது மீனும் ஏது நீ வரும் பாதை நாளும் பார்த்து விழிகள் வாடும் நீலம் பூத்து பரதம் ஆடும் பாதம் சூடும் சதங்கை ஓசை கேட்காதோ പദങ്ങൾ. പത്മനാഭപുരം കൊട്ടാരം ഇപ്പോഴും കേരള സർക്കാർ പുരാവസ്തു വകുപ്പിൻ്റെ പരിപാലനത്തിലാണ്. ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ഇത് ചരിത്രവും കലാസൗന്ദര്യവും ഒരുമിച്ചുള്ള അനുഭവമായി മാറിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഫൈനലി പത്മനാഭപുരം പാലസ് മുഴുവൻ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശോഭന ഡാൻസ് കളിച്ച ആ പോർഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ കൂടി കാണുന്നുണ്ട്. അതൊക്കെ ഇനി വീട്ടിൽ പോയി ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ChatGPT നോക്കിയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ തരുന്നതായിരിക്കും. സോ വിത്ത് അനദർ വീഡിയോ ഐ വിൽ ബി കമിങ് ബാക്ക്. until then goodbye. நீ வரும் பாதை நாளும் பார்த்து விழிகள் வாடும்